ലോകകപ്പിലെ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം സ്ലൊവേനിയയിൽ നിന്നുള്ള സ്ലാവ്കോ വിൻസിച്ചി നിയന്ത്രിക്കും. ശാന്തതയും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും പ്രശസ്തനാണ് റഫറി സ്ലാവ്കോ വിൻസിച്ചി. അർജന്റീന മത്സരങ്ങളെ ചുറ്റിപ്പറ്റി റഫറിമാർക്കെതിരെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മത്സരം നിയന്ത്രിക്കുന്ന റഫറിമാരെയെല്ലാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ മത്സരം നിയന്ത്രിക്കേണ്ട മാച്ച് ഒഫീഷ്യലുകളെയാണ് ഫിഫ പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിനുള്ള ഒഫീഷ്യലുകളുടെ പേരും നേരത്തെ തന്നെ ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട്. സ്ലൊവേനിയയിൽ നിന്നുള്ള സ്ലാവ്കോ വിൻസിച്ചിനെയാണ് ലോകകപ്പ് ഫൈനൽ നിയന്ത്രിക്കാനുള്ള പ്രധാന റഫറിയായി ഫിഫ നിയമിച്ചിരിക്കുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സ്ലൊവേനിയൻ റഫറിയാണ് അദ്ദേഹം. മത്സരങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ശാന്തത പാലിക്കുന്നതിലൂടെയും കൃത്യമായ തീരുമാനങ്ങളിലൂടെയും പ്രശസ്തനാണ് സ്ലാവ്കോ വിൻസിച്ചി. ഫിഫ ഫൈനൽ നിയോഗമറിഞ്ഞപ്പോൾ അദ്ദേഹം വികാരാധീനനായി കണ്ണീരണിഞ്ഞത് ഫുട്ബോൾ ലോകത്ത് വലിയ വാർത്തയായിരുന്നു. 2010 മുതൽ ഫിഫ ഇന്റർനാഷണൽ റഫറിയാണ്. അതേസമയം ഫൈനലിൽ സ്ലോവേനിയക്കാരായ തോമസ് ക്ലാൻകിനിക്കും ആൻഡ്രാസ് കോവാസിച്ചും യഥാക്രമം 1ഉം 2ഉം അസിസ്റ്റന്റ് റഫറിമാരായി മൈതാനത്തുണ്ടാകും. ജോർദാൻ ഖാനായ അദ്ഹ മഖാദ്മയെ 4ാം ഒഫീഷ്യലായും മുഹമ്മദ് അൽ ഖലാഫിനെ റിസർവ് അസിസ്റ്റന്റ് റഫറിയായും നിയമിച്ചു. അതേസമയം റഫറിമാർക്കെതിരെ വിമർശനം അർജന്റീന മത്സരങ്ങളെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്നു. അർജന്റീനയ്ക്ക് അനുകൂലമായി റഫറിമാർ പക്ഷപാതം കാണിക്കുന്നുവെന്നും ഫിഫ ടൂർണമെന്റുകൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ച് ഇംഗ്ലണ്ട്, ഈജിപ്ത് ടീമുകളുടെ ആരാധകരും പരിശീലകരും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഫിഫ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഫൈനൽ തീ പാറുമെന്ന് ഉറപ്പാണ്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 1-2 ഗോളുകൾക്ക് നേടിയ തകർപ്പൻ തിരിച്ചുവരവ് വിജയത്തോടെയാണ് അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചത്. മറുവശത്ത് സെമി ഫൈനലിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ഫൈനലിൽ ഇടം നേടിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.